അങ്ങനെ അവിടെ 9 വീട് പാവപ്പെട്ടവർക്ക് തീരെ വീടില്ലാത്ത അവിടെ വെച്ചു കൊടുത്തു. ഒരു പള്ളിയിൽ, ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെയുള്ള ഒരു പള്ളിയിൽ അസിസ്റ്റന്റ് വികാരിയായിട്ട് ഒരു പള്ളിയിൽ 1 വർഷം. അപ്പോൾ ആ 1 വർഷത്തിൽ നമുക്ക് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പുസ്തകങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു ഇതിലല്ല ഞാൻ സംസാരിക്കുക. ഞാൻ വളരെ ഇതിലായിട്ട് വളരെ പ്രായോഗികമായിട്ട് ഞാൻ പ്രസംഗം പറയും. അപ്പം ഈ പാവപ്പെട്ടവരോടും നിർധനരായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് എൻ്റെ പ്രസംഗത്തിൽ ഈ ഉയർന്നു നിൽക്കുക. അപ്പം അങ്ങനെ ഞാനൊരു പ്രസംഗം നടത്തി കഴിഞ്ഞിട്ട് ആ ഇടവകയിൽ ഒരാള് അന്നൊരു നോമ്പുകാല ആർന്നത്. അത് എൻ്റെ റൂമിൽ ഓഫീസ് കുർബാന കഴിഞ്ഞു, പരിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് ഞാൻ ഓഫീസിലിരിക്കുന്ന നേരത്തെ ആള് കയറി വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക്, അപ്പൊ അതൊരു ബാങ്ക് റിട്ടയർഡ് ആയാലും ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. അത് പറഞ്ഞു, എനിക്കൊരു 53 സെന്റ് സ്ഥലം ഉണ്ട്, അത് പിതൃസ്വത്തായിട്ട് ആൾക്ക് കിട്ടിയേക്കണാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞോണം, നമ്മൾ ഈ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് എന്ത് കാര്യമുണ്ട്? നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് നല്ലൊരു ഇൻസ്പിറേഷൻ എനിക്ക് കിട്ടി. അപ്പം ഞാൻ ആ സ്ഥലം തരാം, അച്ഛനെ ഈ പാവപ്പെട്ട ആൾക്കാർക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു, അന്നാണ് എനിക്ക് ആദ്യമായിട്ട് വചനം മാംസമായി എന്നുള്ളത്. അപ്പം നമ്മൾ ഈ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ദൈവം കൃത്യമായിട്ട് ആ വ്യത നടത്തുകയും അത് ചിലവരുടെ ഹൃദയത്തിൽ അത് മുള പൊട്ട് ഇത് വചനം മാംസമായി എന്നുണ്ട് ബൈബിളില്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പോൾ നമ്മളിവിടെ ആ ദൈവികമായിട്ടുള്ള ആ കാര്യങ്ങൾ മനുഷ്യരുടെ ചുവടുകളിലേക്ക് എത്തി അവരിൽ ഇൻസ്പിറേഷൻ ഉണ്ടായി. അതാണ് അവിടെ സംഭവിച്ചത്. വചനം മാംസമായി. ആ ജോസേട്ടൻ കയറി വന്നു ആ 53. അപ്പൊ അവിടെ അന്ന് ഒരു വിൻസെന്റ് പോൾ സംഘടന ഉണ്ടായിരുന്നു ഇടവകയിൽ. അവരോട് ഞാൻ ഈ കാര്യം പറഞ്ഞു. അവർ ഈ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ. നമുക്കിപ്പോ 9 വീടാണ് വെച്ചു കൊടുത്തത്. അപ്പൊ അതിനുള്ള സാമ്പത്തിക ശേഷി നമുക്കില്ല. പക്ഷെ ഈ ജോസേട്ടൻ പറഞ്ഞ കാര്യം ഞാൻ ആ സംഘടനയിൽ അവതരിപ്പിച്ചു. അപ്പൊ അവർ പറഞ്ഞു, നമുക്കെന്നാ അത് അങ്ങനെ ചിന്തിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ സഹകരണത്തിൽ ഈ ഫണ്ട് ശേഖരണം ഓരോരോ വീടുകളിൽ ഫ്രീ ടൈമിലൊക്കെ പോയി നമ്മൾ സഹായം ചോദിച്ചു. അവരൊക്കെ ആ പ്രദേശത്തുള്ള ആൾക്കാർ, ഇടവകയിലുള്ളവരും പുറത്തുള്ളവരും എല്ലാവരും നമ്മൾ സാമ്പത്തിക സഹായം ചോദിച്ചു. അങ്ങനെ അവിടെ 9 വീട് പാവപ്പെട്ടവർക്ക് തീരെ വീടില്ലാത്ത അവിടെ വെച്ചു കൊടുത്തു.
പക്ഷെ എനിക്കത് പൂർത്തിയാക്കാൻ പറ്റിയില്ല. അതിന് മുമ്പ് എനിക്ക് മാറ്റം, ഞങ്ങൾക്ക് 1 വർഷമാണ് ഈ അസിസ്റ്റന്റ് വികാരിയായിട്ട് ഇരിക്കാൻ പറ്റുക. അപ്പൊ അവിടുന്ന് പിന്നെ മാറ്റം